നമ്മുടെ കോടതികളിൽ വീഡിയോയും പിക്ചറൊക്കെ ഇലക്ട്രോണിക്സ് തെളിവുകളായിട്ട് ഹാജരാക്കുന്ന സമയത്ത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് സെക്ഷൻ ഫോം 63 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒരെണ്ണം നമ്മുടെ വീട്ടിൽ നിന്നാണ് ഈ ഒരു കള്ളൻ്റെ വീഡിയോ അല്ലെങ്കിൽ പിക്ചർ കിട്ടിയേക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ആ ഒരു ഉപഭോക്താവ് ഫില്ല് ചെയ്യേണ്ട കാര്യമാണ് ഒരു പേപ്പർ വരുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ക്യാമറ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ടെക്നീഷ്യൻ ഫില്ല് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഉപഭോക്താവ് അതല്ലെങ്കിൽ ആ ഒരു കസ്റ്റമർ ഫില്ല് ചെയ്യേണ്ട ഡോക്യുമെൻറ്റിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വരുന്നത്. ആ DVRൻ്റെ മോഡൽ നമ്പർ ഏതാണ്, സീരിയൽ നമ്പർ ഏതാണ്, നമ്മുടെ പേരെന്താണ്, അങ്ങനെയുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു ഹാഷ് വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു സാധനം ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആ ഒരു ടെക്നീഷ്യൻ തന്നെയാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ലെറ്റർ മാറിയ പോലും ഈ ഒരു തെളിവ് കോടതിയിൽ നിലനിൽക്കുകയില്ല. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ നോക്കുക. ഇത് നിങ്ങളുടെ വീട്ടിലാണ് ഡിക്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കള്ളനെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളരെ വ്യക്തതയോടുകൂടി നിങ്ങൾ ഫില്ല് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് അത് എന്താണ്, എങ്ങനെയാണ് ചെയ്യണം എന്നുള്ള കാര്യം നോക്കാം. നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ സെർവറിലോ എവിടെ ഹോൾഡ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഫയലുകൾക്ക്, അതായത് പിക്ചറുകൾ, വീഡിയോകൾ, അതുപോലെ തന്നെ ഇമെയിലുകൾ, ടെക്സ്റ്റ് ഫയലുകൾ, ഇങ്ങനെ ഏത് ഫയലാണെന്നുണ്ടെങ്കിലും ഒരു ഡിജിറ്റൽ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനെയാണ് ഈ ഹാഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹാഷിംഗ് അൽഗോരിതംസ് അങ്ങനെ കുറേ ടൈപ്പ് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. നോൺ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം എന്നും അതുപോലെ തന്നെ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം എന്നും. ഈ ക്രിപ്റ്റോഗ്രാഫിക് എന്നുള്ള വാക്കൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കാരണം ബിറ്റ് കോയിനൊക്കെ നിങ്ങൾ പലരും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഈ നോൺ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസ് യൂസ് ചെയ്ത് ഹാഷ് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡ്രൈവിൻ്റെ ഒക്കെ ഉള്ളിൽ കിടക്കുന്ന ഫയലുകളൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് നിന്നുള്ള ഡ്യൂപ്ലിക്കേറ്റ്സ് ഒക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും അത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം എന്ന് പറഞ്ഞാൽ വളരെ സെക്യൂർ ആയിട്ട് അൽഗോരിതമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് SHA എന്ന് പറയുന്നത്, സെക്യൂർ ഹാഷിംഗ് അൽഗോരിതം. അതിൽ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ളത് SHA 256 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡോക്യുമെൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് തന്നിരിക്കുന്ന ഈ ഒരു ഡോക്യുമെൻറ്റിനകത്ത് ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിൽ തന്നെ നമുക്ക് കമാൻഡ് മോഡിലും ഈ ഹാഷിംഗ് അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹാഷ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കാണിച്ചു തരുന്നത് MD5 ഫയൽ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് വേണ്ട ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫയൽ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഫയൽ ഞാൻ സെലക്ട് ചെയ്യുന്നു, അപ്ലോഡ് എന്ന് പറയുന്നു. അതിനുശേഷം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് MD5 അവിടെ ഒരു കുറച്ച് നമ്പർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ SHA 1 എന്ന് പറഞ്ഞിട്ട് കുറേ നമ്പറുകൾ ഇവിടെ വന്നിട്ടുണ്ട്. SHA 256 എന്ന് പറഞ്ഞിട്ട് കുറേ നമ്പറുകൾ ഇവിടെ കാണാൻ പറ്റും. നമ്പർ മാത്രമല്ല Aയും Bയും Cയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു സ്ട്രിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളോട് ഈ ഡോക്യുമെൻറ്റിൽ ഫില്ല് ചെയ്യണ സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന അൽഗോരിതം അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ എഴുതുവാണെങ്കിൽ അത് SHA 256 ആണ് എഴുതുള്ളൂ. എനിക്ക് കൂടുതൽ ഒരു സേഫ് എന്ന് തോന്നുന്ന ഒരു അൽഗോരിതം ഇതാണ്. അപ്പോൾ SHA 256 നിങ്ങൾ എഴുതുക. അപ്പോൾ അവിടെ നമ്മൾ ടിക്ക് ഇടുക. ടിക്കിട്ട ശേഷം ഇത്രയും നീളത്തിൽ എഴുതിയേക്കണ ഈ സ്ട്രിങ് കണ്ടോ, ഇത് ഒരക്ഷരം പോലും തെറ്റാതെ നിങ്ങൾ കൃത്യതയോടുകൂടി തന്നെ അവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ആയിക്കോട്ടെ, അതിനകത്തൊരു ചെറിയ കുത്തോ വരയോ ഒരു കളർ ചേഞ്ചോ എന്ത് വന്നെന്ന് പറഞ്ഞാലും ഫയൽ നെയിം ഒന്നാണെങ്കിൽ കൂടി അതിനകത്ത് ആ സ്ട്രിങ് വാല്യൂവിൽ, അതായത് ഹാഷ് വാല്യൂവിൽ നല്ല വ്യത്യാസം വരും. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് കോടതിയിൽ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാഷ് വാല്യൂവിൻ്റെ ബലത്തിലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സാധനം എങ്ങും വെച്ചിട്ട് മാറിയിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമാകാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഹാഷ് വാല്യൂയും കൂടെ ഈ ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്, അതായത് ഈ ഹാഷ് വാല്യൂ എന്ന് പറയുന്ന കാര്യം മാത്രമാണ് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഉദാഹരണത്തിന് ഇപ്പോൾ മോഡൽ നമ്പർ ആയിക്കോട്ടെ, സീരിയൽ നമ്പർ ആയിക്കോട്ടെ, അതൊക്കെ അതിൻ്റെ മുകളിൽ തന്നെ DVRൻ്റെ ഒക്കെ മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും എഴുതാൻ വേണ്ടി ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള IP ക്യാമറകളെ പറ്റിയും, അതായത് നമ്മുടെ IP ക്യാമറകളുടെ അഡ്വാൻസ്ഡ് സെറ്റപ്പും അതുപോലെ തന്നെ ഇൻട്രൂഷൻ അലാം സിസ്റ്റവും വീഡിയോ ഡോർ ഫോണും ആക്സസ് കൺട്രോൾ മെഷീൻസും വൈഫൈ ആൻഡ് വയർഡ് നെറ്റ്വർക്കിംഗ് ഒക്കെ ഞാൻ നമ്മുടെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലൂടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അവിടെ കാണിക്കുന്ന ജോയിൻ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചെറിയൊരു പേയ്മെൻറ്റ് കൊടുത്താൽ, അതായത് 159 രൂപയാണ് നമ്മുടെ ബേസിക് പ്ലാൻ വരുന്നത്. അവിടെ എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ്, ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോസ്, അത് നമ്മളിപ്പോൾ പബ്ലിക്കായിട്ട് ഇപ്പോൾ ഇവിടെ കാണുന്ന വീഡിയോസ് അല്ല, അല്ലാതെ തന്നെ
നമ്മളൊരു പ്രൈവറ്റ് ഈ ഗ്രൂപ്പ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രൈവറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമാണ് ആ ഒരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു 300ഓളം വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇനി ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ പുതിയ പുതിയ വീഡിയോസ് അതിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കണ്ട് നല്ല അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങളുടെ നോളജ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അറിവ് ഒന്നുകൂടെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതോടുകൂടി നമുക്ക് കുറച്ചും കൂടെ നല്ല മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും സാധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ കുറച്ച് പൈസയേ ഉള്ളൂ. നമുക്കൊരു ബിരിയാണി മേടിക്കുന്ന പൈസ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ, ആകെ 159 രൂപ. അപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ് അതിൻ്റെയൊക്കെ 10 ഇരട്ടി നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുന്ന അറിവാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെയൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും അത് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങളൊരു ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിലോ ടെക്നിക്കലി എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ ഒരു 300-350ഓളം ആളുകൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് അതിലൂടെ പഠിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലുള്ളതും പുറത്തുള്ളതുമായിട്ടുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.